ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇപ്പൊ നമ്മൾ ഇവിടെ നിൽക്കുന്നത് മധുരയിലെ ഓട്ടോ ചേട്ടന്മാർക്ക് അവര് ഓടിക്കുന്നത് ഓട്ടോയാണെന്ന് തെറ്റി തോന്നലില്ലെന്ന് തോന്നുന്നു. സൈക്കിൾ ഓടിക്കുന്ന പോലെ ഇത്രയും ഇടുങ്ങിയ വഴി കൂടി വളരെ നിസ്സാരമായിട്ടാണ് അവർ ഓടിച്ചു പോകുന്നത്. ഞാൻ സത്യത്തിൽ വിചാരിച്ചു ഞാൻ മിക്കവാറും ആ റോട്ടിൽ പോകുന്നു. തൊട്ടപ്പുറത്ത് പോകണ ഓട്ടോയിലേക്ക് നമുക്ക് വളരെ ഈസി ആയിട്ട് ഒരു ഓട്ടോയിൽ നിന്ന് അടുത്ത ഓട്ടോയിലേക്ക് കയറാൻ പറ്റും കേട്ടോ. അങ്ങനെ ഞാൻ മധുരയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഭയങ്കര പ്രതീക്ഷയോടുകൂടിയിട്ടാണ് ഞാൻ പോകുന്നത്. ഞാൻ ആദ്യമായിട്ട് പോകുന്നു. അവിടെ ചെന്നപ്പോൾ തന്നെ അമ്പലത്തിന്റെ റെനോവേഷൻ പരിപാടി നടക്കുമായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ അവിടെ ചെന്നിട്ട് വിചാരിച്ചു റീൽസ് എടുക്കാം, വ്ളോഗ്സ് എടുക്കാം, അങ്ങനെ ഭയങ്കര ആഗ്രഹങ്ങളും ചിന്തകളോട് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും പഴനിയിലുള്ളതിനേക്കാളും ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു അവിടെ. ഫോൺ പരിസരത്തോട്ട് പോലും അടുപ്പിക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ പിന്നെ പുറത്ത് നിന്ന് പ്രത്യേകിച്ച് ഒന്നും എടുക്കാനില്ല, ഒന്നുമില്ല തന്നെ. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങളിതാ നേരെ ഇറങ്ങി തൊഴാൻ നല്ല സമയം എടുത്തു, നല്ല തിരക്കായിരുന്നു കേട്ടോ. അങ്ങനെ തൊഴുത് കഴിഞ്ഞപ്പോഴേക്കും തന്നെ വിശപ്പിന്റെ വിളി നന്നായിട്ട് വന്നു തുടങ്ങി. ഞങ്ങൾ ആക്ച്വലി ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നോക്കുമ്പോ ദാ ഈ ചേട്ടൻ പൊറോട്ട അടിക്കുന്നു. അപ്പൊ തമിഴ്നാട്ടിൽ വന്നിട്ട് ബൺ പൊറോട്ട ഫേമസ് ആണല്ലോ. അപ്പൊ അങ്ങനെ വിചാരിച്ചു പൊറോട്ട കഴിച്ചു കേട്ടോ. അടിപൊളിയായിരുന്നു. നമ്മുടെ നാട്ടിലെ പൊറോട്ട പോലെയല്ല, നല്ല സൂപ്പർ സംഭവം. ചേട്ടൻ നല്ലപോലെ എണ്ണയൊക്കെ വാരി ഒഴിക്കുന്നുണ്ടെങ്കിലും കൊള്ളായിരുന്നു. വയറ് നിറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ഉറക്കമായിരുന്നു കേട്ടോ. എപ്പോഴാ കിടന്ന് ഉറങ്ങിയെന്നും വല്ലൊരു ഓർമ്മയില്ല. പിറ്റേന്ന് ഞാൻ എണീക്കുമ്പോ അച്ഛയമ്മയൊക്കെ കുളി കഴിഞ്ഞു. അച്ഛതാ കുളിച്ച് കഴിഞ്ഞ് ചായയും കുടിച്ചോണ്ടിരിക്കുക കേട്ടോ. അവരുടെ പാക്കിംഗ് എല്ലാം കഴിഞ്ഞു. ഞാനാണെങ്കിൽ എന്റെ സാധനങ്ങളൊക്കെ വലിച്ചു വരിട്ടേക്കുമായിരുന്നു. പിന്നെ എല്ലാം ചടപടി എന്ന് പറഞ്ഞ പോലെ ഞങ്ങൾ രണ്ടുപേരും റെഡി ആയിട്ടോ. റെഡി ആയി കഴിഞ്ഞ് ഞാൻ എന്റെ പാട്ടിന് ഓരോന്നൊക്കെ തപ്പിപ്പറക്കി കൊണ്ടുപോയപ്പോഴേക്കും ഇവിടെ സെൽഫ് വ്ലോഗിങ് തുടങ്ങി. അപ്പൊ ഇനി ബ്രേക്ക്ഫാസ്റ്റ് ആകാം. നമ്മുടെ തമിഴ്നാടിന്റെ ഫേവറേറ്റ് സാധനം പൊങ്കൽ. ഓക്കെ, അതാട്ടോ ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയത്. അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്നതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ കൊള്ളായിരുന്നു. അങ്ങനെ ഞങ്ങളിതാ തിരിച്ചു കയറി കഴിഞ്ഞപ്പോഴേക്കും കുഞ്ചു പറഞ്ഞു ഉച്ചയ്ക്ക് ആരും കടയിൽ നിന്നൊന്നും ഫുഡ് കഴിക്കണ്ട, അവൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി തരാമെന്ന്. അങ്ങനെ അവൾ അവിടെ കുക്കിംഗ് തുടങ്ങി കേട്ടോ. അങ്ങനെ ഈ സാധനം നമ്മളെ റാഗി ആണെന്നാണ് അച്ഛനും മിഷൻ ചേട്ടനും ഒക്കെ പറയുന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ സൈഡിൽ ഒന്ന് കാറ്റ് കൊള്ളാമെന്നും പറഞ്ഞു നിന്നപ്പോഴേക്കും ഈ പുള്ളിക്കാരനല്ല, ഒരു ചെറിയ ചെക്കനാട്ടോ. അവനോടെ നിന്ന് കരിക്ക് വെട്ടുന്നു. അപ്പം ഞങ്ങൾ എല്ലാവരും നേരെ പോയി ഓരോ കരിക്കൊക്കെ വാങ്ങിച്ചു കുടിച്ചു കേട്ടോ. ഭയങ്കര അന്യായമായ കാറ്റായിരുന്നു. അങ്ങനെ ഓട്ടോമാറ്റിക്കലി വന്നതാ നമ്മുടെ മുന്തിരിത്തോട്ടത്തിൽ ഞങ്ങൾ അങ്ങ് സഡൻ ബ്രേക്ക് ഇട്ട് നിന്നു കേട്ടോ. അച്ഛയമ്മ ഇവിടെ വരുന്നതുകൊണ്ട് തന്നെ ഞങ്ങളുടെ കൂട്ടത്തിലെ ഗൈഡ്, ഞങ്ങളുടെ കുഞ്ഞു ഗൈഡ് എല്ലാ കാര്യങ്ങളും വളരെ മനോഹരമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുമായിരുന്നു. അതുപോലെ തന്നെ അവൾ അവിടുന്ന് ഒരു പെട്ടി മുന്തിരി വാങ്ങിപ്പിക്കുകയും ചെയ്തു കേട്ടോ. കുറച്ചു നേരത്തെ ഊഞ്ഞാലായിട്ടും കളികളും കറക്കത്തിന് ശേഷം കുഞ്ഞ് കണ്ടുപിടിച്ചൊരു സംഭവമാണ് ഹോഴ്സ് റൈഡിങ്. അങ്ങനെ ഞാനും അങ്ങനെ സവാരിയും കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ഫുഡ് കഴിക്കാനാട്ടോ. ഒരു റൗണ്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾക്ക് വിശപ്പിന് വിളി വന്നു. ഈ ഹോട്ടലിൽ ഞങ്ങൾ കയറി കേട്ടോ. ഞങ്ങളുടെ ആനിവേഴ്സറി പ്രമാണിച്ച് തേക്കടിയിൽ പോയപ്പോൾ ഞങ്ങൾ കോയിൻസിഡൻ്റലി വന്ന് കഴിച്ചതാട്ടോ ഇവിടുത്തെ ഫുഡ്. എൻ്റെ വീഡിയോസിൽ കണ്ടുകഴിഞ്ഞാൽ അറിയാൻ പറ്റും. നല്ല ആംബിയൻസ് ഉള്ള ഹോട്ടലാണ്, അതുപോലെ തന്നെ നല്ല ഫുഡാണ്, അത്യാവശ്യം നല്ല കസ്റ്റമർ സർവീസും ഒക്കെയുള്ള നല്ലൊരു ഹോട്ടലാട്ടോ. അപ്പം ഞങ്ങൾ നോക്കി വന്നെന്ന് കഴിച്ചാട്ടോ. ഉച്ചയ്ക്ക് എനിക്കൊരു പിടി ചോറ് തന്നെ കഴിക്കണം, എന്നാലേ എനിക്കൊരു സന്തോഷമാവുള്ളൂ. അങ്ങനെ ചോറൊക്കെ കൊണ്ട് കഴിഞ്ഞപ്പോഴേക്കും തന്നെ കുഞ്ഞു പെണ്ണ് നല്ല ഉറക്കമായിട്ടോ. അങ്ങനെ അടുത്ത ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ എവിടെയെന്ന് അറിയണ്ടേ? അങ്ങനെ പരുന്തുംപാറയിൽ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും സാധാരണ കുറച്ച് കാറ്റൊക്കെ ഉണ്ടാവാറുണ്ട്, പക്ഷെ അത് അന്യായ കാറ്റായിരുന്നു. ഭയങ്കര ധൈര്യശാലിയായിട്ട് ഇറങ്ങി ഞാൻ. ഒരു നിമിഷം ഒന്ന് പേടിച്ചു പോയി. ദൈവമേ, ഈ
കാറ്റെങ്ങാനും നമ്മളെ ഈ കൊടുങ്കാറ്റൊക്കെ മനുഷ്യരെ പൊക്കിയെടുത്ത് വലിച്ചെറിയുമെന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ ആലോചിക്കുവായിരുന്നു, ദൈവമേ ഇത് വല്ല കൊടുങ്കാറ്റാണെന്നുണ്ടെങ്കിൽ പൊക്കിയെടുത്ത് വലിച്ചെറിഞ്ഞു കഴിഞ്ഞാൽ നേരെ കൊക്കയിലേക്ക് ഓടി രക്ഷപ്പെടാനോ ഒന്ന് എഴുന്നേറ്റ് പോവാനോ ചാടാനോ ഓടാനോ എന്തെങ്കിലും പറ്റുമോ? കൊക്കെ പോയാ പിന്നെ തീർന്നില്ലേ. അങ്ങനെ കൂടുതൽ താഴേക്ക് ഇറങ്ങി പ്രകൃതി ഭംഗി ആസ്വദിക്കാനുള്ള ഒരു മനോധൈര്യം എനിക്ക് ആ സമയത്ത് ഇല്ലായിരുന്നത് കൊണ്ട് തന്നെ ഞാൻ അവിടെ നിന്ന് കണ്ടതൊക്കെ മാത്രം ആസ്വദിച്ച് വളരെ വേഗം തിരിച്ചു കയറിപ്പോയിട്ടോ. പ്രകൃതി കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ആ അന്തരീക്ഷം നമുക്ക് ആസ്വദിക്കാൻ വളരെ അടിപൊളിയായിരുന്നെങ്കിലും പേടി ഇച്ചിരി ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ നേരെ സ്കൂട്ടായി. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ബൺ ഓംലെറ്റ് കഴിക്കാതെ പോവാൻ ഒരു രക്ഷയില്ല. അങ്ങനെ കുഞ്ഞിയുടെ ഒരു റൗണ്ട് കരച്ചിലും കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഈ പോകുന്ന കാഴ്ചയിൽ ഏറ്റവും കൂടുതൽ കാണുന്നതാ ഈ ആൾക്കാരെയല്ലേ. പാവം ഏതോ ചേട്ടന്റെ ഓട്ടോറിക്ഷ അവർ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞാൻ നേരെ തിരിച്ചു കേട്ടോ. വെള്ളച്ചാട്ടത്തിന്റെ അവിടെ ഇറങ്ങണോന്നൊക്കെ ഇങ്ങനെ ചോദിച്ചെങ്കിലും പക്ഷെ നമുക്കങ്ങ് മൂഡ് വന്നില്ല. വളരെയധികം ക്ഷീണിതയായിരുന്നു എല്ലാവരും, ഞാൻ മാത്രല്ല കേട്ടോ. അങ്ങനെ ഒരു നല്ല യാത്രയുടെ ഒരു അവസാന ഘട്ടത്തിലേക്ക് കടന്നു. ഇനി വീട്ടിലെത്താൻ വളരെ നിസ്സാരമായ സമയം മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനിയും ഇങ്ങനെയുള്ള യാത്രകളൊക്കെ ചെയ്യാൻ ഭാഗ്യം ഉണ്ടാവണം എന്നാണ് ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത്. കുട്ടിക്കാലത്തൊക്കെ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരുപാട് യാത്രകൾ പോകണം, ഒരുപാട് സ്ഥലങ്ങൾ കാണണം. സത്യത്തിൽ എനിക്ക് ഇപ്പോഴാട്ടോ ഇതൊക്കെ സാധിക്കുന്നത്. ഞങ്ങളുടെ യാത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്കും ചെയ്യണം, കമന്റ് ചെയ്യണം, ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തേക്കണേ. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. പുതിയ വിശേഷങ്ങളും പുതിയ യാത്രകളുമായിട്ടൊക്കെ ഞാൻ ഒട്ടനെ തന്നെ വരും. അപ്പൊ അത്രേ ഉള്ളൂ. ബൈ ബൈ, സീ യു.